നല്ല ടേസ്റ്റി ആയിട്ടൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. സിമ്പിളായിട്ടൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണിത്. അതിനായി ആദ്യം തന്നെ ബസ്മതി റൈസ് ഒരു 3 ആൾക്കുള്ള അളവിൽ കുറച്ച് നേരം വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം അത് സോക്കായി കഴിയുമ്പോഴേക്ക് അത് വേവിച്ചെടുക്കാനായി ആവശ്യത്തിനുള്ള വെള്ളം തിളപ്പിച്ച് അതിലേക്കൊരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മുടെ അരി കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. അരി ഫുള്ളായി ഇട്ട ശേഷം 1 സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരി തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ അരി വെന്ത് കിട്ടും. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. വേവ് കൂടിപ്പോവാതെ നല്ലപോലെ ശ്രദ്ധിക്കുക. അരി ഊറ്റിയ ശേഷം ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് ആറിക്കഴിയുമ്പോൾ തന്നെ ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂറെങ്കിലും വെക്കുക. ആവശ്യമായിട്ടുള്ള പച്ചക്കറികളെല്ലാം നേരത്തെ എടുത്ത് റെഡിയാക്കി വെക്കുക. ഞാൻ അതിനായി കുറച്ച് ക്യാരറ്റും ക്യാബേജും സ്പ്രിംഗ് ഒനിയനും വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. ഇനി അടുത്തതായി കുറച്ച് എഗ്ഗ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ്. ഞാനതിനായി ഇവിടെ 3 എഗ്ഗാണ് എടുത്തേക്കുന്നത്. ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഈ എഗ്ഗ് ഓരോന്നായി പൊട്ടിച്ചൊഴിക്കുക. കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ടാണ് ഞാനൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നത്. റൈസിൻ്റെ അളവനുസരിച്ച് നിങ്ങൾക്ക് എഗ്ഗിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. നല്ലപോലെ സ്ക്രാമ്പിൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് മാറ്റി വെക്കാം. വീണ്ടും അതേ പാൻ എടുത്ത് ആവശ്യത്തിന് നെയ്യും കുറച്ച് ഓയിലൂടെ മിക്സ് ചെയ്ത് ഞാൻ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗാർലിക് ഓൾറെഡി അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ്റെ ബൾബ് അഥവാ വെള്ള ഭാഗം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഞാനൊരു മീഡിയം ടു ഹൈ വെച്ചിട്ടാണ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നത്. ഒരുപാട് മൂത്ത് പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്കാണ് നമ്മൾ ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ക്യാബേജും ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ബീൻസും ആവശ്യമുണ്ടെങ്കിൽ ക്യാപ്സിക്കോ ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് ഒന്ന് സോർട്ട് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രമുള്ള അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നല്ലപോലെ വഴണ്ട് പോവരുത്. ജസ്റ്റ് ഒന്ന് വാടി കിട്ടുന്ന രീതിയിൽ മാത്രം സോർട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഓൾറെഡി സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച മുട്ട ചേർത്ത് കൊടുക്കുക. ഈ സമയം തന്നെ ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ച ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്ത് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് വേണ്ടതെങ്കിൽ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ എഗ്ഗ് മാത്രമായിട്ട് നമുക്ക് എടുക്കാം. അതല്ല ഇനി മിക്സഡ് ഫ്രൈഡ് റൈസ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ബീഫ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും പ്രോൺസ് ആണെങ്കിലും ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് ആക്കിയിട്ട് ആവശ്യത്തിനുള്ള സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചില്ലി സോസും സോയാ സോസുമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ചില്ലി ടൊമാറ്റോ സോസ് ആണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ലപോലെ മിക്സ് ചെയ്യുക ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ. നല്ലപോലെ മിക്സായി കഴിയുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. റൈസ് ആഡ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം. ഇനി അങ്ങോട്ടുള്ള മിക്സിംഗ് എല്ലാം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പെട്ടെന്നാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആവശ്യത്തിനുള്ള റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് മിക്സ് ചെയ്യുമ്പം വുഡിൻ്റെ ഏതെങ്കിലും തവി യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യാൻ നോക്കുക. റൈസ് ഉടഞ്ഞു പോകാതിരിക്കാൻ ഒരു പരിധി വരെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ ഭാഗം, അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും കുറച്ച് പഞ്ചസാരയും ഇട്ട് നല്ലപോലെ ഉടയാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതിൻ്റെ മിക്സിങ്ങിലും റൈസിൻ്റെ വേവിലുമാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മിക്സ് ചെയ്യുമ്പം റൈസ് ഉടയാതെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കഴിവതും ഇനി സ്പ്രിംഗ് ഒനിയൻ ഒഴിവാക്കാതെ ഇരിക്കുക. അത് നല്ല രീതിയിൽ ഫ്രൈഡ് റൈസിനൊരു ഫ്ലേവർ കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുക. ഫ്രൈഡ് റൈസ് എപ്പോഴും ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണേലും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റോടു കൂടിയുള്ള ഫ്രൈഡ് റൈസ് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.
റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ഈ ഫ്രൈഡ് റൈസ് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക.